ഹലോ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വിൽസൺ ചുങ്കത്താണ്. ആളുടെ ഒരുപാട് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുമായിരുന്നു, നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരിക്കൽ ലൈവ് ഇട്ടപ്പോൾ ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞിരുന്നു നമുക്കൊന്ന് മീറ്റ് ചെയ്യണം എന്നുള്ളത്. സോ എന്ത് തോന്നിയിരുന്നു ഞാൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ? അല്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെൻ്റലിസ്റ്റിനെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. പേഴ്സണൽ ഡീറ്റെയിൽ വെളിപ്പെടുത്തുന്നതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? ലൈക്ക് ക്രഷ് നമുക്ക് ഒരുപാട് പഠിച്ചു വരുന്ന കാലത്തോ? ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു വൺ സൈഡ് ലവ് ആണ്. വൺ സൈഡ് ഇങ്ങോട്ടുണ്ടായിരുന്നില്ല. സോ ആ പേര് നമുക്ക് റിവീൽ ചെയ്താലോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കറിയാൻ യാതൊരുവിധ ചാൻസും ഇല്ല. ചാൻസ് ഇല്ല. ഫൈൻ. സോ നമുക്ക് ആ പേര് തന്നെ റിവീൽ ചെയ്യാൻ ശ്രമിക്കാം ആസ് എ മെന്റലിസ്റ്റ്. സോ എക്സ് ഓർ വൈ, ആ കുട്ടിക്കും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. ഒരുപാട് ആ പേരുള്ള ഒരുപാട് ആ കുട്ടിയുടെ പുറകെ കുറെ പേര് നടന്നിട്ടുണ്ടാവില്ല, അതിലൊരുത്ത് മാത്രമുള്ള ഞാൻ. ഒരു പ്രശ്നങ്ങളുടെ കാര്യം എന്താണ്? ഇപ്പോൾ ആ ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നതായിട്ട് നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ആ കുട്ടി ഇവിടെ നിൽക്കുകയാണ്, ലിറ്ററലി ആ കുട്ടി ഇവിടെ നിൽക്കുന്നതായിട്ട് നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ചെയ്തു. കമ്പാരിറ്റീവ്ലി തന്നെ കാട്ടിലും ഹൈറ്റ് കുറവാണ്. റൈറ്റ്? അതെ അതെ. അത്യാവശ്യം മുടിയുണ്ട്. ലുക്ക് അറ്റ് ഹെർ. ഇച്ചിരി ഫെയർ ആണ് കാണാൻ, വൈറ്റ് ആണ്, ഒരുപാട് ബ്ലാക്ക് ഒന്നുമല്ല, വൈറ്റ് ആണ് കുട്ടി. സ്ലിമാണ്. സ്ലിമാണ്. അതെ. സംസാരിക്കാനൊക്കെ പിടി തരാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. സംസാരിച്ചിട്ടേ ഇല്ല. വൺ സൈഡ് ആയിരുന്നു. ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടുമില്ല, നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സിലായിട്ടുണ്ട്. അപ്പം തന്നെ നോയൊക്കെ പറഞ്ഞത് പോയി, അത് കാര്യമില്ല. ഓക്കെ, ഫൈൻ. സോ കൈകളൊന്നും തരാവും, ഫ്രീ ആയിട്ട് തന്നോ. ആ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ മാത്രം ഒന്ന് മൈൻഡിൽ നിന്ന് കൊണ്ടുവന്നേ. അത് നന്നായിട്ട് മൈൻഡിൽ ലിപ്സൊന്നും അനക്കാതെ മൈൻഡിൽ നന്നായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തേ. കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ലൈക്ക് ലുക്ക് അറ്റ് മീ, കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ലൈക്ക് എ. ഈസ് ഇറ്റ് എ? അതെ, എ. സോ എ വെച്ചിട്ടുള്ള ഏതൊരു പേരാണ്, ഒരുപാട് പേരുകളുണ്ട്. സോ എ വെച്ചിട്ടുള്ള ഏതൊരു പേരാണ് മൈൻഡിലുള്ളത്. സോ ഒന്നും കൂടി വിഷ്വലൈസ് ചെയ്യുക. ആ പേര് അവിടെ എഴുതി വരുന്നതായിട്ട് ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡാണ് ഞാനൊരു പ്രഡിക്ഷൻ എഴുതാൻ ശ്രമിക്കാം. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ടിങ് വിത്ത് എ. ആ പേര് മൊത്തമായിട്ടൊന്ന് മൈൻഡിലൊന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞേ. മൈൻഡിൽ മാത്രം, ലിപ്സ് ഒന്നും അനക്കാതെ. ഇതാണോ പേര്? ഞാൻ ഓൾറെഡി ഒരു പ്രഡിക്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ചോ, നോക്കണ്ട, ഇങ്ങനെ തന്നെ പിടിച്ചോ, ക്യാമറയിലേക്ക് നന്നായിട്ട് കാണിച്ചോ. സോ ഇതുവരെ ആരോടും പറയാത്ത ആ പേര്, ഞങ്ങൾക്ക് അറിയാൻ യാതൊരുവിധ ചാൻസും ഇല്ലാത്ത ആ പേര് ഫോർ ദ ഫസ്റ്റ് ടൈം ഓഡിയൻസിനോടൊന്ന് പറയാമോ? അഖില. AKHILA. അതെ, അതാണോ? അതെ. ക്യാൻ യു ടേൺ ദ പേപ്പർ? ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അതെ. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, പിന്നെ നിങ്ങൾക്ക് നോട്ടം തരാനും തോന്നുന്നില്ല, കാരണം മനസ്സിലുള്ള വേറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കൊരിക്കലും ഒരാളുടെ മൈൻഡിലുള്ള ഒരു കാര്യം റിവീൽ ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ സമ്മതമില്ലാതെ ഒരു സാധനം ഒരു മെന്റലിസ്റ്റുകൾക്കും എടുക്കാൻ കഴിയില്ല. അപ്പം ഞാൻ സംഭവം കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടംപോലെ കാണാറുണ്ട്. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത് അതാണ് ഇത്. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലേ മീറ്റ് ചെയ്യണത്, ഇതിനെപ്പറ്റി മിണ്ടിയിട്ട് പോലും ഇല്ലല്ലോ നിങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇറ്റ്സ് ശ്രീനാഥ് സൈനിങ് ഓഫ്. ബൈ.